മതം പഠിപ്പിക്കുന്ന ദൈവം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ട്രാൻസാക്ഷണൽ ദൈവമാണ്. എന്താന്ന് ഞാൻ പറയാം. മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? കാറിന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എഞ്ചിന്റെ സ്പീഡ് കൂടും അല്ലേ? അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. ഇതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത ദൈവം വർക്ക് ചെയ്യുന്നതെന്നാണ് മതം പഠിപ്പിക്കുന്നത്. നിങ്ങൾ രാവിലെ 5 മണി മുതൽ 6 മണി മുതൽ വരെ പ്രാർത്ഥിച്ച് 6 തൊട്ട് 7 വരെ നിങ്ങൾ വചനം വായിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ നിങ്ങൾ അന്നത്തെ ദിവസം കൺഫസ് ചെയ്ത് വൈകുന്നേരം വരെ എത്തിയിട്ട് വൈകുന്നേരം വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പും പ്രാർത്ഥിച്ച്, അപ്പോൾ ഒരു പ്രക്രിയയ്ക്ക് പകരമായിട്ട് നിങ്ങളോട് ചെയ്യുന്ന ഒരു ദൈവം, ട്രാൻസാക്ഷണൽ ദൈവം. ക്രിസ്തുവിനെ തല്ലി നിങ്ങളെ തല്ലുന്നതിന് പകരം ശിക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. പക്ഷെ അതിന് പകരം സ്വന്തം മോനെ അടിച്ച കലിപ്പ് തീർത്തു. നമ്മൾ ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ കരയുമായിരുന്നു. കാരണം ഇതാലോചിക്കും, എനിക്ക് പകരമായിട്ട്, ശരിയാ, എനിക്ക് പകരം ഞാൻ കൊള്ളണ്ടെന്ന് അടി കൊണ്ടത്, പക്ഷെ അടിച്ചത് പിതാവല്ല, അടിച്ചത് ഞാൻ തന്നെ. ദോഷികളുടെ കയ്യാൽ അവൻ മരിക്കും. പിതാവല്ല അടിച്ചത്, അവൻ പിതാവിനാൽ ദണ്ഡിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വിചാരിച്ചു എന്ന് ശയ്യാപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നാം വിചാരിച്ചു അവനെ അങ്ങനെ ആക്കിയത് ദൈവമാണെന്ന്. ആക്ച്വലി നമ്മുടെ ഇരുളാണ് ദൈവത്തെ കൊന്നത്. ഞാനാ യേശുവിനെ കൊന്നത്. എനിക്ക് ഈ കൃപ ലഭിക്കാൻ, ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ഞാൻ ചെയ്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ ചെയ്ത എന്റെ പങ്കെന്ന് പറയുന്നത് യേശുവിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. ഞാൻ കുത്തിയ കുത്തിൽ നിന്ന് ഇറ്റ ചോരയെടുത്താണ് യേശു ആ പുതിയ നിയമ ഉടമ്പടി ചെയ്തത്. ഇവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതായത് ഇതിലും വലിയ ഒരു ആഴമില്ല ഇനി ദൈവത്തിന് ക്ഷമിക്കാൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും ഇരുളിൽ പോലും ദൈവം നമ്മളുമായിട്ട് സമാധാനത്തിലാണ്.